സർ, പൊതുവേ ഈ തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ ഈ ഭാരത് ജോഡോ യാത്ര, വോട്ടർ അധികാർ യാത്ര തുടങ്ങിയ റാലികളും കഴിഞ്ഞ് രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്ത് നിന്ന് മുങ്ങാറുണ്ട്. ഇപ്പോഴിതാ സമാനമായിട്ട് അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ് മലേഷ്യയിലേക്ക്. ഈ മലേഷ്യയിലേക്ക് രാഹുൽ ഗാന്ധി പോകാനുള്ള കാരണം എന്താണ്? അവിടെ വെച്ച് അദ്ദേഹം ഈ ദുരൂഹ വ്യക്തിത്വമുള്ള സക്കീർ നായിക്കുമായിട്ട് കണ്ടു എന്നൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അത്തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ നടക്കുന്നു. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ പറയുന്നത് പോലെ എന്തെങ്കിലും അട്ടിമറി ഉദ്ദേശിച്ചാണോ ഈ ഒരു മലേഷ്യൻ യാത്ര രാഹുൽ ഗാന്ധിയുടെ? അട്ടിമറി ഉദ്ദേശിച്ചല്ലെങ്കിൽ പിന്നെ അതീവ രഹസ്യമായിട്ട് ഇന്ത്യ കൊടുത്ത സെക്യൂരിറ്റിയെ പോലും വേണ്ടെന്ന് വെച്ച് പോകുന്നത് എന്തിനാണ്? അങ്ങനെയല്ലല്ലോ നമ്മൾ കരോലിന യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ കണ്ടത്. അദ്ദേഹം എല്ലാവിധ സന്നാഹങ്ങളോടും സെക്യൂരിറ്റിയോടും കൂടി അവിടെ പോയി നിന്ന്, കേട്ടോ ഞാൻ പറയുന്ന ബുദ്ധിജീവി മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള മട്ടിൽ അവിടെ ചെന്ന് വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് ഇന്ത്യയെ അപമാനിക്കുന്നത് നമ്മളെല്ലാം ലൈവായിട്ട് കേട്ടതല്ലേ അവിടെ പോകുമ്പോൾ. അപ്പോൾ അവിടെ പോകുമ്പോൾ വേണ്ടിയിരുന്ന എന്തുകൊണ്ട് മലേഷ്യയിൽ പോകുമ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ളത് വളരെ യുക്തിഭദ്രമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തോ രഹസ്യമുണ്ട്. സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്ന പോലെ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് കോലാലംപൂർ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. ഇന്ത്യക്കാരെ അറിയിക്കാൻ വയ്യാത്ത, ഇന്ത്യൻ മാധ്യമങ്ങളെ അറിയിക്കാൻ വയ്യാത്ത, ലോകമാധ്യമങ്ങളെ പോലും അറിയിക്കാൻ വയ്യാത്ത രഹസ്യമായിട്ട് എന്തോ ഒന്നാണ്. ഇതിപ്പോൾ അമിത് മാളവിയ എന്ന് പറയുന്ന BJPയുടെ വക്താവ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇദ്ദേഹം മലേഷ്യയിലാണെന്നോ വിദേശത്താണെന്നോ അറിയുകയില്ല. ബീഹാറിനെ അതിൻ്റെ പ്രക്ഷുബ്ധ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക്സ് എന്ന് പറയുന്നത് പോലെ ഒരൊറ്റ ഓട്ടമാണ് അദ്ദേഹം. ശരിക്കും അവിടെ ബീഹാറിൽ ഹിറ്റ് ചെയ്തിട്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഹിറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒറ്റ ഒളിച്ചോട്ടമാണ് വീണ്ടും എങ്ങോട്ട്? മലേഷ്യയിലേക്ക്. ആരോരും അറിയാതെ, ഒരു വാക്ക് പറയാതെ. ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു കോൺഗ്രസ്കാരൻ എന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാരുടെ ഉത്തരവാദിത്വമുണ്ട്. ഇതൊന്നും ചെയ്യാതെ, നിർവഹിക്കാതെ ഒരൊറ്റ പോക്ക്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ വയ്യാത്ത എന്തോ രഹസ്യ ബന്ധങ്ങൾ അവിടെയുണ്ട്. നമ്മളിപ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ശരിയായ തെളിവുകളും ഫോട്ടോയും കണ്ടിട്ടില്ലെങ്കിലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവിടെ പലായനം ചെയ്ത് സക്കീർ നായിക് എന്ന് പറയുന്ന വിവാദ മതപരിവർത്തകനും ചെന്നെത്തിയിട്ടുള്ളത്. മതപ്രഭാഷകൻ മാത്രമല്ല, പരിവർത്തകനാണ് വൻതോതിൽ. അദ്ദേഹം ഹൈദരാബാദിലെ സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. ആ പഠിപ്പിച്ചിരുന്ന സമയത്ത് ധാരാളം യുവതികളെയും യുവാക്കളെയും അദ്ദേഹം ഇസ്ലാമിലേക്ക് സിവിൽ സർവീസിലേക്കല്ല നയിച്ചത്, മറിച്ച് സെമറ്റിക് മതമായിട്ടുള്ള ഇസ്ലാമിലേക്കാണ് നയിച്ചത്. അതാണ് ഒവൈസിയൊക്കെ അദ്ദേഹത്തെ വളരെയധികം ശക്തമായിട്ട് അന്ന് അക്കാലത്ത് ഹൈദരാബാദിലാണല്ലോ അതുകൊണ്ട് പിന്തുണച്ചിരുന്നത്. അദ്ദേഹം ഇന്ത്യക്കെതിരായിട്ടും നമ്മുടെ സംസ്കാരത്തിനെതിരായിട്ടും മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. നഗര നക്സലൈറ്റുകളുടെ ഐക്കോണായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ആളിനെ ശരിക്ക് തിരിച്ചറിയുന്നതിൽ നമ്മുടെ ഇൻ്റലിജൻസ് വിജയിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് പുറത്തു പൊയ്ക്കോളൂ, ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ കോലാഹലം സൃഷ്ടിക്കാനും ഇവിടെ കലഹം സൃഷ്ടിക്കാനും ശ്രമിക്കേണ്ട, കാരണം അറസ്റ്റിലാകുമെന്ന് ഭയന്നാണ് അദ്ദേഹം നാട് വിട്ടത്. അതെ എന്ന് പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അറസ്റ്റിലാവും, ഇവിടെ സ്ഥിതിഗതികൾ അത്ര ഭദ്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു എസൈലം പോലെ മലേഷ്യ അദ്ദേഹത്തെ സ്വീകരിച്ചു. മലേഷ്യയിൽ അദ്ദേഹം ചെന്നപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ വിട്ടുതരാൻ പറഞ്ഞു. പക്ഷേ അന്നത്തെ മലേഷ്യൻ ഭരണാധികാരിയായിട്ടുള്ള സുൽത്താൻ ഇസ്കന്ദർ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. ആ കാര്യത്തിൽ നമ്മൾ അമേരിക്കയുമായിട്ട് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുതന്ന അമേരിക്കയെ അഭിനന്ദിക്കണം. അപ്പം മലേഷ്യ പോലും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന അവരുടെ താല്പര്യമാണ് അവർ നോക്കുന്നത്. കന്ന് ചെന്നാൽ കന്നിൻ കൂട്ടത്തിലെന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യം എപ്പോഴും ഇസ്ലാമിന് അനുകൂലമായിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് വസ്തു. അവരാണ് ശരി. അങ്ങനെയാണ് തുർക്കിയെ വളരെ പ്രകോപനപരമായ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യക്ക് മേൽ കെട്ടിയേൽപ്പിച്ച പാകിസ്ഥാനെ നെഞ്ചോട് ചേർത്ത് നിന്ന് ആശ്ലേഷിച്ചുകൊണ്ട് അവരുടെ ക്രൂരഹീന കൃത്യങ്ങൾക്ക് പിന്തുണ നൽകിയത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി അങ്ങോട്ടാണ് പോയിരിക്കുന്നതെങ്കിൽ തിരിച്ചും ദേശവിരുദ്ധമായ പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ബ്രൂക്ലിൻ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ തന്നെ
പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അറിവില്ല, വിവരമില്ല എന്നുള്ളത് ഇപ്പോൾ സ്പഷ്ടമായിട്ട് ഹി എക്സ്പോസ്ഡ് ഹിംസെൽഫ് അക്കാര്യത്തിൽ. ഇത് പറഞ്ഞു സാർ, ഈ സക്കീർ നായിക്കും കോൺഗ്രസുമായിട്ടുള്ളൊരു ബന്ധം ചെറുതല്ല. തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും സോണിയ കുടുംബവുമായിട്ട് ഈ രാജീവ് ഫൗണ്ടേഷന് വലിയ തുക സംഭാവന ചെയ്ത ആളാണ് ഡോക്ടർ സക്കീർ നായിക്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു ദുരൂഹത അവിടെ അനുഭവപ്പെടുന്നില്ലേ? രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. $30,000 ഇൻറ്റു 90 ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് രൂപ സംഭാവന ചെയ്ത ഒരാളാണ്, ചില്ലറക്കാരനൊന്നുമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ മതപരിവർത്തന, മതവിദ്വേഷ, മതവെറിയൻ പ്രസംഗങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അദ്ദേഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് 10 വോട്ട് അല്ലെങ്കിൽ 2 സീറ്റും 4 വോട്ടും നേടുക എന്നുള്ളൊരു തന്ത്രം, 30 വെള്ളിക്കാശിന് വേണ്ടി ഇന്ത്യയെ സക്കീർ ഹുസൈൻ അന്നേ വിറ്റ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ഒരു കുഴിയാനയായി മാത്രം മല്ലികാർജുൻ ഖാർഗെയെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അതിഹീനമായിട്ടുള്ള മതപ്രീണന നയങ്ങളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ്, എൻ്റെ പഴയ പാരമ്പര്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, അങ്ങനെയുണ്ടെങ്കിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒന്നായിരിക്കണം. അങ്ങനെയല്ലല്ലോ. അപ്പോൾ അത്രമാത്രം അജഗജാന്തരമുള്ള 2 സംഘടനകളാണ് സ്വാതന്ത്ര്യപൂർവമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശേഷമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഇതിന് പിന്തുണ കൊടുക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന കുഴിയാനയെ വെച്ചുകൊണ്ട് ഇവർ OBC വോട്ടുകൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നു. മറുവശത്തൂടെ അവർക്ക് OBCകൾക്കുള്ള അവകാശങ്ങൾ കവർന്നെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിട്ട് അവരെ പ്രീണനം നടത്താൻ ശ്രമിക്കുന്നു. അതുകൂടാതെ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒന്നാണല്ലോ, ഒരു ഐക്യമുണ്ടല്ലോ അവർക്ക്, ആ ഐക്യനിര പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ മോദിക്കെതിരെ കലഹം സൃഷ്ടിക്കാനും പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒന്നത്. രണ്ടാമതായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു വിവരമില്ലെങ്കിൽ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വിവരമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് വിപ്ലവമെന്ന് പറയുന്നത് മതവിപ്ലവമാണ്. മതങ്ങൾക്കെതിരെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ സാധിക്കാം. അദ്ദേഹം അത് നേരിട്ട് പറയുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു മതത്തിനെതിരെ മാത്രമാണ് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞാൽ ഉദാഹരിച്ചു കഴിഞ്ഞാൽ ദർഭംഗയിൽ വന്ന് ഒരു മുസ്ലിം 20 വയസ്സുള്ള ഒരു മുസ്ലിം പയ്യൻ എന്തുകൊണ്ട് മോദി എന്ന് പറയുന്ന പരമപവിത്രനായ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ പരമസാധ്വിയായ സ്ത്രീയെയും ചേർത്ത് കേട്ടാലറയ്ക്കുന്ന കുടുംബത്തിൽ പിറന്ന അമ്മ പെങ്ങന്മാരെ അറിയാവുന്ന ഒരൊറ്റ ഇന്ത്യൻ സംസ്കാരമുള്ള ആളും പറയാത്ത മുട്ടൻ തെറി അവിടെ നിന്ന് സോഷ്യൽ മീഡിയ പോലും വെറുത്തുപോയ മറി, അവർക്ക് പോലും കോട്ട് ചെയ്യാൻ പറ്റാത്ത അത്ര കട്ടത്തെറി പറയാനിടയായത് രാഹുൽ ഗാന്ധിയുടെ പ്രചോദനവും പ്രലോഭനവും കൊണ്ട് സംശയമില്ല. അതിനൊരു ഉത്തരം പറയാതാണ് അദ്ദേഹം മലേഷ്യയിലേക്ക് പോയി അദ്ദേഹം പർദ്ദയിട്ട കുറേ സ്ത്രീകളുടെ നടുവിൽ നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടത്. അവിടെയുള്ളത് അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ളത് സാക്കിർ നായിക്ക് മാത്രമാണ്, അദ്ദേഹം മാത്രമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ സംശയിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു നമ്മൾ സംശയിക്കുന്ന ഒരു തെറ്റും പറയാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ ഇപ്പോഴും പട്ടിണിയുടെ പരിസര പ്രദേശങ്ങൾ കഴിയുന്ന ഒരു കുടുംബത്തിലെ അംഗമായ, ഇപ്പോഴും ഒരു വീട് പോലും ഒരു വെച്ചിട്ടില്ല, പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ല, ഔദ്യോഗിക സൗകര്യങ്ങളൊന്നും ആ അമ്മയും അദ്ദേഹത്തിന് സഹോദരന്മാരുണ്ട് അവരാരും ഉപയോഗിച്ചിട്ടില്ല. സാധാരണക്കാരെ പോലെ കഴിയുമ്പോൾ അദ്ദേഹത്തിനെതിരെ റഫാലിൻ്റെ പേരിൽ അഴിമതി, പെഗാസസിൻ്റെ പേരിൽ അഴിമതി, വിദ്യാഭ്യാസമില്ലെന്ന് പറഞ്ഞുള്ള അഴിമതി, ചായ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞുള്ള എന്തെല്ലാം വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് മുഹബത്ത് കി ദുഖാൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹം നടത്തിയത്. ഒരു കാര്യം വ്യക്തമാണ്, ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ബി ദൂഖാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം തുറന്നു വയ്ക്കപ്പെട്ട ഒരു കടയാണ്. സങ്കടകരമായ അവസ്ഥ. അവിടെ വിവേചനമുണ്ട്. നരേന്ദ്രമോദിയെപ്പോലുള്ള ശുദ്ധരായ ഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല. അദ്ദേഹം അവിടെ വിവേചനം കാണിക്കുന്നു, അദ്ദേഹം അവിടെ തൊട്ടുകൂടായ്മ, തീണ്ടൽ കാണിക്കുന്നു. ഈ മുഹബത്ത് കി ദുഖാൻ, മുഹബത്ത് കി ശരിയാണ്, ഭീകരവാദികളോട് അദ്ദേഹത്തിന് സ്നേഹമാണ്. കാശ്മീരി അദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ, ബീഹാറിലെ മുസ്ലിങ്ങളോട് സ്നേഹമാണ്. പക്ഷേ ഹിന്ദുക്കളോട് ഒരു സ്നേഹത്തിൻ്റെ ഒരു തരിയെങ്കിലും ഉണ്ടായിരിക്കുന്നെങ്കിൽ അദ്ദേഹം നരേന്ദ്രമോദിയോട് മര്യാദ കാണിച്ചേനെ. അതാണ് സംഭവിക്കുന്നത്. സാക്കിർ നായിക്കിനെ ആശ്ലേഷിക്കാൻ ഇപ്പോൾ മലേഷ്യയിലേക്ക് പോകുന്നു.
ഇന്ത്യയിൽ വളരെ വേദനയുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ പച്ചയായിട്ട് ചോദ്യം ചെയ്യുന്ന നികൃഷ്ടനായ മനുഷ്യൻ നരേന്ദ്രമോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചിട്ട് അതിന് രാഷ്ട്രത്തോട് മാപ്പ് ചോദിക്കാത്ത അയാൾ സാക്കിർ നായിക്കിനെ പരിരംഭണം ചെയ്യാനായിട്ട് മലേഷ്യയിലേക്ക് പോകുക എന്നും പറയുമ്പോൾ നമ്മുടെ ദേശാഭിമാന ചിഹ്നങ്ങളിലെല്ലാം അത് വല്ലാത്ത മുറിവുണ്ടാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.